ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് രാവിലെ ഞാനീ പറയുന്ന ഒരു വരി, അത് ഇതുവരെ പറയാത്തൊരു രഹസ്യമാണ്. ഈ പറയുന്ന ഒരു വരി ഇത് മഹാശൈവസിദ്ധന്മാരുടെ രഹസ്യമാണ് കേട്ടോ. ഈ ഒരു വരി ഉരുവിട്ടാൽ ഞാനീ പറയുന്ന രീതിയിൽ ഇന്നേ വരെ ആരും ഈ പറഞ്ഞു തരാത്ത, ഞാനും പറഞ്ഞിട്ടില്ല, അതുപോലെയുള്ളൊരു രഹസ്യമാണ്. അത് ആ പറയുന്ന രീതിയിൽ ചെയ്താൽ ഈ വരി, പറയാൻ പോകുന്ന ഈ വരി രാവിലെ കുളി കഴിഞ്ഞ് ഞാനീ പറയുന്ന രീതിയിൽ ഉരുവിട്ടാൽ ദേവി അമ്മ ആദിപരാശക്തി സകല ഐശ്വര്യങ്ങളും സമ്പത്തും സംരക്ഷണവും എല്ലാം നൽകുമെന്നുള്ളതാണ്. ആവശ്യപ്പെടുന്നത് എന്തും നൽകും. സാമ്പത്തികം വളരെ പെട്ടെന്ന്, സാമ്പത്തിക സ്ഥിതി വളരെ ഉയർന്ന നിലയിലേക്ക് വരും. അതുപോലെ ഞാനീ പറഞ്ഞ മന്ത്രം ഇത് പറഞ്ഞു കൊടുത്ത് ചെയ്തവർക്ക് അവർക്ക് 50,000 രൂപ കിട്ടാനുണ്ടായിരുന്നു. ഈ ഒരു മന്ത്രം 3 ദിവസം അവർ ചെയ്ത് ശേഷം 43,000 രൂപ അക്കൗണ്ടിൽ വന്നു എന്നെനിക്ക് മെസ്സേജ് ചെയ്തായിരുന്നു. ഇത് ഞാൻ ആദ്യമായിട്ട് പറയുന്ന, ഞാൻ ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മന്ത്രത്തിൽ ഇതുവരെ പറയാത്തൊരു രഹസ്യം ഇതിലൂടെ പറയുന്നുണ്ട്. ഇതൊക്കെ അനുഭവമുള്ള കാര്യമാണ്. അതുപോലെ അവർക്കിപ്പോൾ 3 ദിവസം കൊണ്ട് സാധിച്ചെങ്കിൽ നിങ്ങൾക്ക് 3 ദിവസം കൊണ്ട് സാധിക്കണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. അതൊക്കെ നിങ്ങളുടെ ഭക്തിയും നിങ്ങൾ ചെയ്യുന്ന വിശ്വാസവും പോലെ ഇരിക്കും. അപ്പോൾ ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. പക്ഷേ ഇത് ഉറപ്പായിട്ടും ദേവിയുടെ അപാരമായ അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു വിദ്യയാണ്. ഇതിനപ്പുറത്തൊരു കാര്യമില്ല എന്ന് തന്നെ പറയാം. അത്ഭുത ശക്തിയുള്ള, ഇത് കിട്ടുന്നവരെ അറിയുന്നവർ ഭാഗ്യവാന്മാരാണ്. എത്ര ജന്മങ്ങൾ ജനിച്ചാലും എത്ര ലക്ഷങ്ങൾ മുടക്കിയാലും കിട്ടാത്ത സംഭവമായി പറഞ്ഞു തരുന്നത്. അതിൻ്റെ രഹസ്യം ഉൾപ്പെടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വരി ജപിച്ചാൽ ഭയം മാറും, സമ്പത്ത് വരും, ദേവിയുടെ സംരക്ഷണം ഉണ്ടാകും. എതിരെ വരുന്ന ഏത് ശത്രുദോഷങ്ങളെയും എന്ന് വെച്ചാൽ തടസ്സങ്ങളെയും ഇല്ലാതാക്കാനും ദേവിയുടെ അപാരമായ ശക്തി കിട്ടാനും ഉള്ള ഒരു രഹസ്യ വിദ്യയാണ് പറഞ്ഞു തരുന്നത്. ആർക്കും ചെയ്യാം, എവിടെ ഇരുന്നുകൊണ്ടും ചെയ്യാം. അത് വിശദമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ വീഡിയോ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇതാരും ഒരിക്കലും പറഞ്ഞു തരാത്ത കാര്യമാണ്. ഇനി ഇത് കഴിഞ്ഞ് വല്ലവരും പറയാമെന്ന് എനിക്കറിയത്തില്ല. ഡേറ്റ് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഞാനെന്നാ വീഡിയോ ഇട്ടത്. ഇതുപോലെ ഈ രഹസ്യം ഇന്നേ വരെ അങ്ങനെ ആരും പറഞ്ഞു തരത്തുമില്ല. ഇനിയൊട്ട് എന്നെപ്പോലെ ഒരാൾ വന്ന് പറഞ്ഞും തരത്തില്ല. ഇത് ശിവഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്നവർ, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്നതെന്ന് വിചാരിച്ചാൽ മതി. മുൻജന്മ സുഹൃതമെന്ന് വിചാരിച്ചാൽ മതി. അപ്പം അങ്ങനെയുള്ളൊരു വിദ്യ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ എന്നല്ല, നിങ്ങളത് പ്രയോജനപ്പെടുത്തുക. ഇത് ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്തവർക്ക് അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കും അത് പ്രയോജനപ്പെടുത്താം. എല്ലാവർക്കും ഗുണമാകട്ടെ എന്ന ഒരു പ്രാർത്ഥനയിലാണ് പറയുന്നത്. ഇനി ഈ വിഷയത്തിലേക്ക് വരികയാണ്. അതിനു മുമ്പ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ വാട്സപ്പിൽ ഇപ്പോൾ ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത്. എനിക്ക് മൊത്തം നോക്കാൻ സമയം കിട്ടത്തില്ല. സ്വാഭാവികമാണല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ കുറച്ചൊക്കെ നോക്കും, കുറച്ചൊക്കെ റിപ്ലൈ ചെയ്യും. എന്നിട്ട് ഹസ്തരേഖ, സംഖ്യ, ജ്യോതിഷം, ഗ്രഹനില ഇത്രയാണ് നോക്കുന്നത്. അത് പറ്റുന്നവർക്ക് ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. എന്നിട്ട് കേട്ടിട്ട് അവർ ആവശ്യമുണ്ട് ചെയ്യാതെ ചെയ്യാതിരിക്കുക. പക്ഷേ ധൃതി വെക്കരുത്, മുൻഗണനാക്രമത്തിലായിരിക്കും. അത് ആ മുൻഗണനാക്രമത്തിൽ ബുക്കിങ്ങുകൾ എടുത്തെടുത്ത് എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും. ഇപ്പം തീർക്കേണ്ട വർക്കുകളുണ്ട്. അപ്പോൾ അങ്ങനെ മുൻഗണനാക്രമത്തിലായിരിക്കും. ധൃതി വെച്ചിട്ട് ഒരു കാര്യവുമില്ല. ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ടേ ചെയ്യത്തുള്ളൂ. പക്ഷേ അത് ആ മുൻഗണന അനുസരിച്ചേ ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാതെ ചെയ്യാതിരിക്കുക, നിങ്ങളുടെ ഇഷ്ടം. ഇതാണ് സാഹചര്യം. നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ടാണ്. പിന്നെ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. ഞാൻ എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും. അതാണ് സാഹചര്യം. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിന് പോലും പോകാറില്ല. ആരുടെയും കല്യാണത്തിന് പോകാറില്ല. ഏതെങ്കിലും കാര്യത്തിന് വിളിച്ചാൽ പോകാറില്ല. കാരണം എനിക്ക് തിങ്കൾ, ശനി, ഞായർ അവധിയൊന്നുമില്ല. ഫുൾ ദിവസങ്ങളിൽ ഞാൻ ഫുൾ ടൈം വർക്കിൽ തന്നെയാണ്. എനിക്ക് കൊറോണ വന്നപ്പോഴും 14 ദിവസം കൊറോണ പിടിച്ച് ആശുപത്രി കിടന്നത് ഒഴിച്ചാൽ ബാക്കി ഫുൾ ടൈമിൽ ആ സമയത്ത് പോലും എനിക്ക് വർക്കുണ്ടായിരുന്നു. ഇഷ്ടം പോലെ വർക്കുണ്ടായിരുന്നു. എനിക്കങ്ങനെ ഫ്രീ ആകാറില്ല. പിന്നെ മുൻഗണനാക്രമത്തിൽ വർക്ക് എടുത്തിടും. ഫ്രീ ആകുന്ന അനുസരിച്ച് പറഞ്ഞു കൊടുക്കും. അതാണ് സാഹചര്യം, പറഞ്ഞതേ ഉള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. അപ്പോൾ അപാരമായ ഒരു വിദ്യ പറഞ്ഞു തരാൻ പോകുന്നത്.
അതിന് നിങ്ങൾ പരമേശ്വരനെ സ്തുതിച്ചോളുക, ഭഗവാനോട് ഈശ്വരനോട് നന്ദി പറഞ്ഞോളുക. ഇത് അങ്ങനെയുള്ളവർക്കേ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ചുമ്മാ വീഡിയോ സ്ക്രോൾ ചെയ്ത് പോകും. ഇത് കാണണമെങ്കിൽ ഈശ്വരൻ വിചാരിക്കണം, തലവരെ ഉള്ളവനെ ഇതറിയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ചുമ്മാ വീഡിയോ ഒക്കെ സ്ക്രോൾ ചെയ്ത് പോകും. ഇതറിയുന്നവൻ ആ ഈശ്വരൻ്റെ ഒരു നിയോഗം വേണം. അങ്ങനെയുള്ള കാര്യം പറയാൻ പോകാം. രാവിലെ കുളി കഴിഞ്ഞ് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് ഞാനീ പറയുന്ന ഒരു മന്ത്രം ജപിക്കണം. ഈ മന്ത്രം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നേരത്തെ പറയാത്ത ഒരു രഹസ്യവിദ്യ ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതാരും പറഞ്ഞുതരാത്ത കാര്യമാണ്. എല്ലാവരും പറയും ആജ്ഞാചക്രം, ആ ചക്രം, ഈ ചക്രം ഒക്കെ ശരി. പക്ഷെ അതൊക്കെ അതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് അനുഭവമാകുന്ന കാര്യത്തെക്കുറിച്ചാണ്. നിങ്ങൾ ദേവിയുടെ ശക്തി അറിയുന്ന കാര്യത്തെക്കുറിച്ചാണ്. ഇവിടെ ഗുരുവും ശിഷ്യനും ഒന്നുമില്ല, നേരിട്ട് ആ ശക്തി അറിയാനുള്ള വിദ്യ പറഞ്ഞത്. അപ്പോൾ മന്ത്രം ഇതാണ്. ഇത് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിടുന്നുണ്ട്. അതിലൂടെ നോക്കി നിങ്ങൾ ജപിക്കുക. കാരണം ഉച്ചാരണം തെറ്റരുത് കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് ജപിക്കുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടുന്നുണ്ട്. പിന്നെ ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞ് ഒരു ചെറിയ കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു തരുന്ന രഹസ്യം. മന്ത്രത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ രഹസ്യം കേൾക്കുക. അതിൻ്റെ പുറകിലെ മുഴുവൻ രഹസ്യവും കേൾക്കണം കേട്ടോ. എന്നിട്ടേ ചെയ്യാവുള്ളൂ, എന്നാലേ ബലം കിട്ടത്തുള്ളൂ. മന്ത്രം ഇതാണ്: ഓം ഐം നമ. അപ്പോൾ അത് വീഡിയോയുടെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടുന്നുണ്ട്. ഓം ഐം നമ, അതായത് ഓം എന്ന് ജപിച്ചിട്ട് ഐ അറിയാമല്ലോ, ഐ പിന്നെ ഒരു ങ എഴുതി ചന്ദ്രക്കലയിടും. ഐം ഗായല്ല ങായ. ഓം ഐം നമ. ഇതാണ് മന്ത്രം. ഈ മന്ത്രത്തിൻ്റെ രഹസ്യം പറഞ്ഞുതരാം. ഇതുവരെ പറയാത്ത ഒരു രഹസ്യം ഞാൻ പറയുന്നുണ്ട്, അതും പറഞ്ഞുതരാം. അപ്പം കുളി കഴിഞ്ഞ് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് ഈ മന്ത്രം നിങ്ങളുടെ നെറ്റിയുടെ മധ്യത്തിൽ ഒരു പൊട്ട് പോലെയുള്ള, പൊട്ടിൻ്റെ അത്രയും വലിപ്പത്തിൽ ഒരു വെള്ളപ്രകാശം സങ്കല്പിക്കണം. സങ്കല്പിച്ചിട്ട് കണ്ണു തുറന്ന് വാഗൊണ്ട് 3 തവണ മനസ്സിവിടെ ശ്രദ്ധിച്ച് ഈ വെള്ളപ്രകാശം, പൊട്ടുപോലെയുള്ള ഈ വെള്ളപ്രകാശം ദേവിയാണ്, പരാശക്തിയാണ്, ആദിശക്തിയാണ്, പരാശക്തിയാണെന്ന് മനസ്സിൽ ഉറപ്പിച്ച് സങ്കല്പിച്ച് ഈ മന്ത്രം ഇവിടെ മനസ്സുകൊണ്ട് കണ്ണു തുറന്ന് തന്നെ മനസ്സുകൊണ്ട് ശ്രദ്ധ ഇവിടെ ആയിരിക്കണം 3 തവണ ജപിക്കണം വാഗൊണ്ട്. അപ്പോൾ ഈ വെള്ളപ്രകാശം എത്രയും പൊട്ടുപോലെ, നിങ്ങളൊരു പൊട്ടിൻ്റെ ആകൃതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ച് കാണിക്കാൻ ഇത്രയും വൃത്തത്തിൽ വേണേൽ സങ്കല്പിക്കാം. പക്ഷേ ഏറ്റവും പവർ എന്നാണെന്നറിയാമോ? ചെറിയ ഇത്രയും ഒരു പോയിൻ്റായിട്ട് ഈ വെള്ളപ്രകാശം സങ്കല്പിക്കുക. അപ്പോഴാണ് കൂടുതൽ പവർ കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഒന്ന് പൊട്ടിൻ്റെ അത്രയും ഒരു വലിപ്പത്തിൽ ധ്യാനിക്കുക, അല്ലെങ്കിൽ ഒരു പോയിൻ്റായിട്ട്, ഒരു ഷാർപ്പ് പോയിൻ്റായിട്ട്, ഒരു കുത്ത് പോലെ ഒരു പോയിൻ്റായിട്ട് വേണം സങ്കല്പിക്കാം. ആ പോയിൻ്റായിട്ട് സങ്കല്പിക്കുന്നതിനാണ് കൂടുതൽ ശക്തി. മനസ്സിലാക്കുക. ഇതൊന്നും ആരും പറഞ്ഞിരുന്നില്ല ഒരിക്കലും. എവിടെ ചെന്നാലും ഒരു ഗുരുവിൻ്റെ പുറകിൽ എത്രയോ വർഷങ്ങൾ നടന്നാലും കിട്ടാത്ത കാര്യം പറഞ്ഞിരുന്നത്. ഇനിയും ഇതുപോലെ ഒരാൾ, ഞാൻ പറയുന്ന പോലെ ഒരാൾ ഒരിക്കലും ഇതുപോലെ രഹസ്യങ്ങൾ ആളുകളോട് പറയുകയില്ല. നമ്മൾ പറയുക എന്നുള്ളത് നമ്മൾ ആ ഈശ്വരൻ്റെ, ശിവഭഗവാന്റെ ഒരു നിയോഗമല്ല, ഒരു ഭഗവാന്റെ ഒരു പ്രചോദനം ഉള്ളതുകൊണ്ടാണ്, ഭഗവാന്റെ ഒരു അനുമതി ഉള്ളതുകൊണ്ട്. ഞാൻ ഓച്ചിറ പോയി ഉണ്ടിക്കാവി ഇരുന്നപ്പോൾ എനിക്ക് ശിവ അനുഭവം ഉണ്ടായ, അപ്പം ഭഗവാൻ തന്നെ നമുക്ക് അതിനുള്ള ഒരു അനുഗ്രഹം തരുന്നതുകൊണ്ടാണ് ഇത് പറയുന്നത്. അതുമല്ല, ഭഗവാന് ഒരിക്കൽ ഞാൻ ധ്യാനം കഴിഞ്ഞ്, ഞാൻ ക്രിയായോഗ പഠിച്ചതാണ്, ശിവവിദ്യ ചെയ്യുന്നതാണ്, ചില സൂക്ഷ്മവിദ്യകൾ ചെയ്യുന്നതാണ്. അങ്ങനെ എൻ്റെ ഒരു യാത്ര ആ വഴിയാണ്. അപ്പോൾ ആ ഒരു വിദ്യ ചെയ്തിട്ട് ഞാൻ കിടക്കുമ്പോൾ ജസ്റ്റ് കിടന്നു, മയങ്ങിയിട്ടില്ല, ജസ്റ്റ് കിടന്നു. അപ്പോഴത്തേനും ഭഗവാന് എൻ്റെ ആ ഒരു അവസ്ഥയിൽ, ഉറങ്ങിയില്ല, ഡീപ്പ് സ്ലീപ്പല്ല, എങ്കിലും ബോധാബോധത്തിൻ്റെ ഒരവസ്ഥയിൽ ഭഗവാൻ തന്നെ എനിക്ക് ഒരു അശരീരിയായിട്ട് എൻ്റെ അനുഭവം പറയണം. ആത്മീയ കാര്യങ്ങൾ, ക്ഷേത്ര ദർശനം, ഇതുപോലുള്ള രഹസ്യ ശിവവിദ്യകൾ, ഇതൊക്കെ നീ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം, അത് കേൾക്കാൻ ആളുണ്ടാവും എന്നൊരു അശരീരി. അപ്പം ഞാൻ പറഞ്ഞു, ഭഗവാനെ ഇഷ്ടംപോലെ ആളുകൾ പറയുന്നുണ്ട്, ഞാനിതിൻ്റെ അകത്ത് ഇപ്പം പ്രത്യേകിച്ച് എന്താ പറയുക. അപ്പം വീണ്ടും അശരീരി ആ ഭഗവാന്റെ തന്നെ നീ പറയണം, ക്ഷേത്ര ദർശനം, ആത്മീയത, ഉപാസന,
ആത്മീയമായ കാര്യങ്ങൾ, ശിവ രഹസ്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം അങ്ങനെ അതൊരു പക്ഷേ എൻ്റെ അനുഭവമാണ്. മറ്റുള്ളവർ ചിന്തിക്കും ചിലപ്പം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷേ ഞാനിപ്പം ആ ഒരു ധ്യാനം കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് എനിക്ക് ഉള്ളിൽ ഈ ഒരു അനുഭവം ഉണ്ടാകുന്നത്. എൻ്റെ അനുഭവം ഞാൻ പറയുന്നത്, അന്ന് മുതലാണ് ഇത്രയും വിശദമായിട്ട് രഹസ്യവിദ്യകൾ ഞാൻ പറയാൻ തുടങ്ങിയത്. അതുവരെ ഞാൻ ഇത്തരം എനിക്ക് ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയതും എനിക്ക് ധ്യാനത്തിൽ നിന്ന് കിട്ടുന്നതും, ഞാൻ ഒരുപാട് സൂക്ഷ്മവിദ്യകൾ പഠിക്കാൻ എനിക്ക് ജീവിതത്തിൽ അവസരം കിട്ടിയിട്ടുണ്ട്. ഒരുമാതിരിപ്പെട്ട സിദ്ധന്മാരുടെയൊക്കെ വിദ്യകൾ, പല വിദ്യകൾ മനസ്സിലാക്കാനും, അത് കാക്കാപുശുണ്ടരായിക്കോട്ടെ, വല്ലലാർ സ്വാമി ആയിക്കോട്ടെ, ഗോരക്കർ സിദ്ധരായിക്കോട്ടെ, കൊങ്കണവരായിക്കോട്ടെ, പിന്നെ ക്രിയാബാബാജി ആയിക്കോട്ടെ, ലഹരി മഹാശൻ ആയിക്കോട്ടെ, ഒരുപാട്. അപ്പോൾ പല കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാനും ഒക്കെ ഒരു ഭാഗ്യം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് പിന്നെ രാമമന്ത്രത്തിൻ്റെ ചില രഹസ്യങ്ങളെ, ഭദ്രകാളിയുടെ ചില രഹസ്യങ്ങളെ, അപ്പോൾ ഇതൊക്കെ അത് കൂടുതൽ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ഞാനൊന്നും ബാക്കി വെക്കാതെ എല്ലാവർക്കും കൊടുത്തിട്ട് എൻ്റെ ഉള്ളിൽ ആ ഈശ്വരബോധം, ഞാൻ ചെയ്യുന്ന ശിവവിദ്യ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ആ വിദ്യ, അത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം പകർന്നു കൊടുത്തിട്ടേ പോകത്തുള്ളൂ. ആ നിലയിൽ പറഞ്ഞു തരുന്നതാണ്. നമ്മുടെ ഒരു ജന്മം തന്നെ അതിനുവേണ്ടിയാണ്. എനിക്ക് വേറെ ചിന്തയൊന്നുമില്ല. ആ നിലയിൽ പറയുന്നതാണ്, ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക. അപ്പം ഓം ഐം നമ എന്ന് ഇവിടെ പൊട്ടുപോലെ സങ്കല്പിച്ച് ജപിച്ചു കഴിഞ്ഞ്, വാ കൊണ്ട് 3 തവണ ജപിച്ചു കഴിഞ്ഞ്, പിന്നെ മനസ്സിൽ 3 തവണ ജപിക്കണം. അതിനുശേഷം ഇനിയും പറയാൻ പോകുന്നതാണ് ആരും പറഞ്ഞു തരാത്ത കാര്യം. അവിടം വരെ നിങ്ങൾക്ക് ഒരു ഇനിയും പറയാൻ പോകുന്ന ഏറ്റവും വലിയ വിദ്യയാണ്. അപ്പോൾ നമ്മളിങ്ങനെ വാ കൊണ്ട് 3 തവണ ഇവിടെ ശ്രദ്ധിച്ച് ജപിച്ചു ഈ മന്ത്രം ഓം ഐം നമ. ഇവിടെ ശ്രദ്ധിച്ച് കണ്ണ് തുറന്ന് തന്നെ മനസ്സിൽ 3 തവണ ജപിച്ചു. ഇനിയുമാണ് സൂക്ഷ്മവിദ്യ വരുന്നത്. അപ്പോൾ ഈ സൂക്ഷ്മവിദ്യ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ട കാര്യം അമ്മയോട് ആവശ്യപ്പെടണം. സമ്പത്താണ് സമ്പത്ത്, ധൈര്യമാണ് ധൈര്യം, ഒക്കെ അത് ദേവിയാണെന്ന്, പരാശക്തിയാണെന്ന് ഉറപ്പിച്ച് നിങ്ങൾക്ക് ആവശ്യപ്പെടാം. മനസ്സുകൊണ്ട് അമ്മയോട് അപേക്ഷിക്കാം കേട്ടോ. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ ശ്രദ്ധ ഇവിടെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഈ നെറ്റിയുടെ മധ്യത്തിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് അവിടെ ഒരു ചെറിയ വെള്ളപ്രകാശം, പൊട്ട് പോലത്തെ അല്ലെങ്കിൽ ഒരു പോയിന്റ് പോലത്തെ അല്ലെങ്കിൽ ഒരു പൊട്ട് പോലത്തെ വെള്ളപ്രകാശം ദേവിയാണെന്ന് ഉറപ്പിച്ച് അവിടെ ശ്രദ്ധിച്ചുകൊണ്ട് തല അനക്കാതെ കണ്ണുകൾ 2 സൈഡിലേക്ക് ഒന്ന് ചലിപ്പിക്കുക. അപ്പോഴാണ് നിങ്ങളുടെ ഇവിടെ ശരിക്കും ഒരു ഇന്ദ്രിയാതീതമായ ബോധം ഉണ്ടായി വരും. ഇന്ദ്രിയാതീതമായ ബോധം, ഇന്ദ്രിയങ്ങൾ എന്തൊക്കെയാണ്? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ഇതൊക്കെ ഇന്ദ്രിയങ്ങളാണ്. ചെവി, ഇതൊക്കെ ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയങ്ങൾക്കതീതമായ ഒരു ബോധം അതുണ്ടായി വരും. നിങ്ങൾക്ക് ഒരു ഉൾക്കാഴ്ച, നിങ്ങൾക്കൊരു ഉള്ളിലൊരു ഈശ്വരബോധം നിങ്ങൾക്ക് ഒരു ദിവസം ചെയ്തുകൊണ്ടല്ല, ഇത് നിത്യേന അഭ്യസിച്ച് പോന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായി വരും. നിങ്ങൾ ഈശ്വരനെ അറിയും. നിങ്ങൾ ഉറപ്പിച്ച് മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ തുടങ്ങും. സംശയമില്ലാതെ ചിന്തിക്കണം, നല്ല കാര്യങ്ങളായിരിക്കണം, അത്ര തന്നെ. നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും. അപ്പം ഇവിടെ ഒരു പ്രകാശം, വെള്ളപ്രകാശം സങ്കല്പിച്ച് തല അനക്കാതെ മനസ്സിവിടെ ആയിരിക്കണം. 2 സൈഡിലേക്ക് ഒന്ന് ഇങ്ങനെ 2 കണ്ണ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട്, ഇപ്പം ഇങ്ങനെ ഇവിടെ നമ്മൾ മനസ്സുകൊണ്ട് ശ്രദ്ധിക്കുന്നു, 2 കണ്ണ് ഇങ്ങനെ നോക്കുന്നു, അത്രയേ ഉള്ളൂ. ഒരു തവണ ചെയ്താലും മതി. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ കണ്ണുകൾ 2 സൈഡിലേക്കും, ഈ 2 കണ്ണുകളും ഒരു സൈഡിലേക്ക്, അടുത്തത് ഒരു സൈഡിലേക്ക്, ഇങ്ങനെ കണ്ണുകളൊന്ന് ചലിക്കുമ്പോൾ ഇവിടെ ശ്രദ്ധ വരുമ്പോൾ ഇവിടെ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകും. പിന്നെ നിങ്ങൾ വെറുതെ ഇരുന്ന് ഇവിടെ ശ്രദ്ധിച്ചാൽ പോലും ഇവിടെ നിങ്ങൾക്ക് ഈ ആജ്ഞാചക്രത്തിൽ നിങ്ങൾക്കതിൻ്റെ ഒരു ചെറിയ നിങ്ങൾക്കറിയാം ഇവിടെ ഒരു സംഭവം ഉണ്ടെന്ന്, നിങ്ങൾക്കൊരു അനുഭവം വരും. ഇതാണ് സൂക്ഷ്മമായിട്ടുള്ള വിദ്യ. അപ്പോൾ ഈ കണ്ണുകളും, നമ്മളുടെ കണ്ണുകളിൽ കൂടിയാണ് നമ്മൾ പുറം ലോകത്തെ കാണുന്നത്. പക്ഷേ ആജ്ഞ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്കതീതമായ ഒരു ബോധം നമുക്കുണ്ടായി വരും. എന്ന് വെച്ചാൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്നൊരു അതീന്ദ്രിയ ബോധം ഉണ്ടാകുമെന്നല്ല. ദേവിയുടെ അപാരമായ ശക്തി, ദേവിയാണ് എല്ലാ ശക്തികളുടെയും അടിസ്ഥാനം. കുണ്ടലിനി ശക്തി ആയിക്കോട്ടെ, ഏത് തരം ശക്തികളായിക്കോട്ടെ, ദേവിയാണ് അതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ നിങ്ങൾക്കൊരു ഈ കണ്ണുകൾക്ക് മധ്യത്തിലായിട്ട് നിങ്ങൾക്കൊരു ബോധം ഉണ്ടായി വരും. ആ ബോധമാണ് ഇന്ദ്രിയങ്ങൾക്കതീതമായ ബോധം. ആ ബോധത്തിലാണ് എല്ലാം ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു വര വരച്ചാലും ഇങ്ങനെ ഒരു വര വരച്ചാലും 4 കൂടുന്ന ജംഗ്ഷനിലാണ് ആജ്ഞ ഉള്ളിൽ.
പക്ഷേ നിങ്ങൾ ഇവിടെ സങ്കല്പിച്ചാൽ മതി, പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അവിടെ സങ്കല്പിച്ചാൽ മതി, ആ ബോധം ഉള്ളിലേക്ക് പോയി ആജ്ഞയിൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടായിക്കോളും. ഒരു ദിവസം കൊണ്ടല്ല, പല ദിവസങ്ങൾ കൊണ്ട്. ഇനി ഓം ഐങ് നമ എന്ന് പറഞ്ഞ മന്ത്രത്തിൻ്റെ രഹസ്യം നിങ്ങൾ ഐങ് എന്ന് നിങ്ങൾ പറഞ്ഞു നോക്കുക, ഐങ്. അപ്പം നിങ്ങളുടെ ആ ഒരു ഉച്ചാരണത്തിൻ്റെ പ്രകമ്പനം തലയ്ക്കുള്ളിൽ ഒരു ഭാഗത്ത് വരുന്നുണ്ട്, ഉണ്ണാക്കിന് മേലായിട്ട് ഐങ്. അതാണ് യഥാർത്ഥ ആജ്ഞാസ്ഥാനം. അതാണ് ഈ മന്ത്രത്തിൻ്റെ ഒരു രഹസ്യം. നിങ്ങളിപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, ഞാൻ അറിവിന് വേണ്ടി പറഞ്ഞതേ. നിങ്ങൾ ഇവിടെ ചിന്തിച്ച് ഈ വിദ്യ ഈ പറഞ്ഞ രീതിയിൽ വായു കൊണ്ട് 3 തവണ ജപിക്കുക, പിന്നെ മനസ്സിൽ 3 തവണ ഓം ഐങ് നമ എന്ന് പറഞ്ഞ മന്ത്രം ജപിക്കുക, പിന്നെ ഇവിടെ മനസ്സ് ശ്രദ്ധിച്ച് തല അനക്കാതെ മനസ്സിവിടെ ശ്രദ്ധിച്ച് ഇങ്ങനെ ഒന്ന് കണ്ണുകൾ ചലിപ്പിക്കുക. അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. 1 തവണ ചലിപ്പിക്കുക. ഇത് നിത്യേന ചെയ്തു പോന്നാൽ നിങ്ങൾ പരമേശ്വരനെ അറിയും, നിങ്ങൾ ഈശ്വരനെ അറിയും. ഞാനീ പറഞ്ഞു തരുന്ന സത്യസന്ധമായ സനാതനമായ ഈശ്വരീയമായ എന്നും നിലനിൽക്കുന്ന വിദ്യയാണ്. അല്ലാതെ എനിക്ക് എൻ്റെ പുറകെ എൻ്റെ ശിഷ്യന്മാരാകെ, അല്ലെ എനിക്ക് പൈസ താ, അല്ലെ എനിക്ക് കെട്ടിടം വെച്ചതാ, അല്ലെ എന്നെ കാണുമ്പോൾ നിങ്ങൾ എനിക്ക് ശിഷ്യന്മാരായിട്ട് ഞാൻ പറയുന്നത് കേട്ട് കൂടെ നടക്കുക എന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. എനിക്ക് വേണ്ടി ആരുടെയും സമയം വേസ്റ്റ് ചെയ്യരുത്, എൻ്റെ പുറകെ നടക്കാനോ ഒന്നും. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, അത് ആർക്കും എവിടെ നിന്നും ചെയ്യാം, ഈശ്വരനെ അനുഭവിക്കാം. അതിന് എന്നെ നിങ്ങൾ വഴി വെച്ച് കണ്ടാൽ പോലും വേണ്ടണ്ട. നിങ്ങൾ ഈശ്വരന് നന്ദി പറയുക, പരമേശ്വരന് നന്ദി പറയുക. എനിക്കത് നിങ്ങൾ യാതൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞു തരുന്നത്. ഞാൻ ആരുമല്ല, ഞാനൊരു വഴികാട്ടി മാത്രമാണ്. ഞാൻ ഈശ്വരനിൽ നിന്ന് ആ പരമേശ്വരനിൽ നിന്ന് വന്ന് പരമേശ്വരനിൽ തന്നെ ലയിക്കും. ആ ഒരു യാത്രയാണ് ഫ്രം ദി ശിവ ടു ദി ശിവ. അതാണ് എൻ്റെ യാത്ര. അതിനിടയിൽ ഭഗവാന്റെ നിയോഗമായിട്ട് ഭഗവാന്റെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരിക. ഞാൻ ആരുമല്ല, ഒന്നുമല്ല, ഗുരുവല്ല, ശിഷ്യനുമല്ല, പുണ്യവുമല്ല, പാപവുമല്ല, യാതൊന്നുമല്ല. ആ ഒരു ശിവോഹമാണ്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. ഇത് ഞാൻ എല്ലാവരും ചെയ്യണമെന്നൊന്നും പറയത്തില്ല. അവനവന് താല്പര്യമുണ്ടെങ്കിൽ, ശരിയെന്ന് തോന്നുമെങ്കിൽ, അവനവന് കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, അത്രയേ ഉള്ളൂ. എന്നുവെച്ചാൽ എല്ലാവരും ചെയ്യണമെന്നോ, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക, അതാണ് അതിൻ്റെ സത്യം. ഞാൻ ആ സത്യസന്ധമായ കാര്യമാണ് പറയുന്നത്. ഇത് ആർക്കും ചെയ്യാം. ഇനിയും ഇത് ഇത്രയും മാത്രം ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു ഐങ് എന്ന് ഉച്ചരിക്കുമ്പോൾ ആ ഉച്ചാരണം എവിടെയാണ്? ഉണ്ണാക്കിന് മേലിൽ ഒരു ആജ്ഞ, ശരിക്കും ഉണ്ണാക്കിന് മേലിലാണ്. ആ ഭാഗത്ത് അതിൻ്റെ ഒരു ഐങ് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. അപ്പോൾ ആ ഉള്ളിലാണ് തട്ടുന്നത്. അത് നിങ്ങളങ്ങനെ നോക്കിയാൽ മതി. നിങ്ങളത് അങ്ങനെ ആ വഴി പോകുമൊന്നും വേണ്ട. ഞാനീ പറഞ്ഞ രീതി ചെയ്താൽ മതി. അതാണ് നിങ്ങൾക്കുള്ള വഴി. ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇതിനോടുള്ള ഗുണം എന്നാണെന്നറിയോ? നിങ്ങളുടെ മൈൻഡിനെ ഡ്രൈവ് ചെയ്യുന്നത് നിങ്ങളായിരിക്കും. നിങ്ങളെ ആർക്കും പറ്റിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർക്ക്, നിങ്ങൾക്ക് സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ശരിയും തെറ്റും അറിയാൻ പറ്റും. നിങ്ങൾക്ക് സ്വയം ഈശ്വരബോധം ഉള്ളിൽ ഉണ്ടായി വരും. അപാരമായ വിൽ പവർ, ഇച്ഛാശക്തി, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉറപ്പിക്കുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കൊള്ളാമല്ലോ പരിപാടി, ഇതാരും പറഞ്ഞു തരത്തില്ല. എവിടെ വേണേലും കയറി നോക്കിക്കോ, എവിടെ വേണേലും നോക്കി. ഇത് ആർക്കും അങ്ങനെ പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യമല്ല. ഒന്നാമത്തെ കാര്യം ഇത് അറിയണം. അതങ്ങനൊന്നും അറിയുന്ന കാര്യമൊന്നുമല്ല. ഞാനീ പറഞ്ഞ വിദ്യ ഇത് ഞാൻ പറഞ്ഞു തരുന്നത് എൻ്റെ കഴിവുമല്ല. ഭഗവാൻ ശിവൻ പരമേശ്വരന് എനിക്ക് കാണിച്ചു തന്ന വഴിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എനിക്കിതിനകത്ത് യാതൊരു കഴിവുമില്ല, യാതൊരു അറിവുമില്ല. ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രം ന തീർത്ഥം ന വേദം ന യജ്ഞം ന കർമ്മം ന അകർമ്മം ന ജന്മം ന മൃത്യും ന മോക്ഷം അഹംഭോജനം നൈവ ഭോജ്യം ന ഭോക്തോ ചിദാനന്ദരൂപം ശിവോഹം ശിവോഹം. ഓം ശിവം സർവം ശിവോഹം, ദേഹം ശംഭും ശിവോഹം, ദേവം വിഭും ശിവോഹം, ഗുരും പരം ശിവോഹം. എല്ലാം ശിവോഹമാണ്. ഞാൻ ശിവൻ, നിങ്ങൾ ശിവൻ, കാണുന്നതെല്ലാം ശിവം. ശിവോഹത്തിനുള്ളിലാണ്, എല്ലാം ശിവോഹമാണ്. ശിവനല്ലാതെ ആവുന്നുള്ളൂ. ശിവൻ എന്ന് വെച്ചാൽ ശുദ്ധബോധം എന്ന് വെച്ചാൽ ശിവനും വിഷ്ണു എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. എല്ലാം ഒന്ന് തന്നെയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു രീതിയിൽ ആരാധിക്കുന്നതേ ഉള്ളൂ. എല്ലാം ഒന്ന് തന്നെയാണ്. ഞാൻ ശിവോഹം എന്ന് പറയുന്നത്, നിങ്ങൾ ഉണ്ണിക്കണ്ണ എന്ന് വിളിക്കുന്നത്, എല്ലാം ഒന്ന് തന്നെയാണ്. എല്ലാം ഒരൊറ്റ ശക്തിയിലാണ് ചൊല്ലുന്നത്.
എല്ലാം സൂക്ഷ്മതലത്തിൽ ഒന്ന് തന്നെയാണ്. ഒന്നിനെ വേറിട്ട് കാണരുത്. അതാണ് നമ്മൾ എല്ലാത്തിലും ഒന്നുണ്ട്, ഒന്നിലും എല്ലാം ഉണ്ടെന്നറിയുന്നവനാണ് ഈശ്വരനെ അറിയുന്നവൻ. നമ്മൾക്ക് ധാരാളം ദൈവങ്ങളുണ്ട്, പക്ഷെ നമുക്ക് ഏകമായ ഒരു വിശ്വാസമുണ്ട് ബ്രഹ്മത്തിൽ. പല ഈശ്വരനെ നമ്മൾ പല രൂപങ്ങളിൽ, കൃഷ്ണനായിട്ടും ശിവനായിട്ടും അയ്യപ്പനായിട്ടും പല രൂപങ്ങളിൽ നമ്മൾ ആരാധിക്കുമ്പോൾ ആ ഈശ്വരൻ്റെ പല കഴിവുകൾ, പല ഗുണങ്ങൾ അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പല രൂപങ്ങളിൽ ഈശ്വരനെ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഗുരുക്കന്മാർ പറഞ്ഞു തരുന്നത്. അപ്പോൾ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ തപസ്, ശിവനെന്ന് പറഞ്ഞാൽ തപസ്സും എല്ലാം, ഭഗവാൻ ശുദ്ധബോധം, നിഷ്കളങ്കത. കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ആ ഒരു മറ്റുള്ളവരെ ആ ഒരു ഏത് പ്രശ്നങ്ങളിൽ നിന്നും പരിഹരിക്കാനുള്ള കഴിവ്, ആ ഭഗവാനെ ഏത് കാര്യവും ഏത് പ്രശ്നത്തിനും പരിഹാരം കാണാനുള്ള കഴിവ്. ദേവി ശക്തി, ചലനം, ദേവിയിലാണ് ആന്തരികമായ ശക്തികളൊക്കെ നമുക്ക് ഉണരണമെങ്കിൽ ദേവിയുടെ അനുഗ്രഹം വേണം. അപ്പോൾ ഇങ്ങനെ പല ഈശ്വര ഭാവങ്ങളിൽ പല അറിവുകൾ, ഈശ്വരൻ്റെ പല ഗുണങ്ങൾ, ഈശ്വരീയമായ പല ജ്ഞാനങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയാണ് പല പല രൂപങ്ങളിൽ നമുക്ക് ഗുരുക്കന്മാർ ഈശ്വരനെ പരിചയപ്പെടുത്തുന്നത്. ആത്യന്തികമായ തലത്തിൽ എല്ലാം ഒന്ന് തന്നെയാണ്, ബ്രഹ്മം തന്നെയാണ്. സൂക്ഷ്മാതി സൂക്ഷ്മത്തിൽ എല്ലാം ഒന്ന് തന്നെ. അതുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി അവസാനം വരുമ്പോൾ നീ തന്നെയാണ്, നിൻ്റെ ഉള്ളിൽ തന്നെയാണ് ആ ബ്രഹ്മം, നീ തന്നെയാണ് ഈശ്വരൻ, തത്വമസി എന്നതിലേക്ക് വരും, അല്ലെ അഹം ബ്രഹ്മാസ്മി എന്നതിലേക്ക് വരും. നിൻ്റെ ഉള്ളിലാണെല്ലാം, നീ തന്നെയാണെല്ലാം എന്ന അറിവാണ് ദ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ബോധം. അറിവല്ലത്, അത് ബോധമാണ്, ജ്ഞാനമാണ്. ജ്ഞാനം അറിവും രണ്ടും രണ്ടാണ്. അറിവെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കുന്നത്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, മറ്റുള്ളവരിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ. ജ്ഞാനമെന്നാൽ അനുഭവമാണ്, അതൊരു ബോധമാണ്. ജ്ഞാനം അത് അനുഭവമാണ്. ആ ജ്ഞാനത്തെ ഗുരുവിനെ പകർന്നു തരാൻ പറ്റത്തുള്ളൂ. അതാണ് ഗുരുവും ആചാര്യനും തമ്മിലുള്ള വ്യത്യാസം. ഗുരുവിനെ അനുഭവത്തെ പകർന്നു തരാൻ പറ്റും, ജ്ഞാനത്തെ പകർന്നു തരാൻ പറ്റും, ആ ബോധത്തെ പകർന്നു തരാൻ പറ്റും. അതാണ് ഗുരു ഈശ്വരനാണെന്ന് പറയുന്നതിൻ്റെ കാര്യം. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഗുരു ഈശ്വരനെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം എല്ലാത്തിലും ഒന്നുമുണ്ട്, ഒന്നിലെല്ലാം ഉണ്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ബോധം. മനസ്സിലായോ? അങ്ങനെയുള്ള ബോധങ്ങളൊക്കെ ഇവിടെ ധ്യാനിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. പിന്നെ ചോദ്യങ്ങളില്ല, ഉത്തരങ്ങളേ ഉള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്, അറിയാമോ? നമ്മളെപ്പോഴും ചോദിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്. പക്ഷെ ഉള്ളിലുള്ള ശക്തി അറിഞ്ഞു കഴിയുമ്പോൾ നമ്മളതിൽ ലയിച്ചിരിക്കും. അവിടെ ചോദ്യവുമില്ല, ഉത്തരവുമില്ല. ചോദ്യങ്ങളല്ല, എല്ലാം ഉത്തരങ്ങളാണ്. നമുക്ക് ജീവിതത്തിൽ ജ്ഞാനമാണ് കിട്ടുന്നത്. അവിടെ ഒരു ശൂന്യാവസ്ഥയാണ്. ഇപ്പോൾ ഒരു വിദ്യ പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് ശരിയായിട്ട് അറിയാൻ സാധിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതും ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ജീവിതം വെറുതെ വേസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇവരുടെയൊക്കെ പുറകെ നടന്ന് അതും ഇതൊക്കെ അറിഞ്ഞു ശരിയായിട്ടുള്ള കാര്യം അറിയുമ്പോൾ മാത്രമേ ശരിയായ ഈശ്വരബോധം ഉണ്ടാകത്തുള്ളൂ. ശരിയായ ഈശ്വരബോധം ഉണ്ടാകുമ്പോൾ മാത്രമേ ശരിയായ ഈശ്വരനെ അറിയത്തുള്ളൂ. ആ ശരിയായ ഈശ്വരനെ അറിയുമ്പോൾ മാത്രമേ നിങ്ങളുടെ ജന്മം കൊണ്ടൊരർത്ഥം ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു കാര്യമില്ല. വെറുതെ ആഹാരം കഴിച്ചു, ജോലി ചെയ്തു, കുറേ കാര്യങ്ങൾ ചെയ്തു, എന്തൊക്കെയോ വായിച്ചു, എഴുതി, അറിഞ്ഞു, പ്രസംഗിച്ചു, എന്തിൻ്റെയൊക്കെയോ പുറകെ നടന്നു, ആരുടെയൊക്കെയോ പുറകെ നടന്നു, ഗുരു ശിഷ്യനും കളിച്ചു. ശരിക്കും ഉള്ളിലുള്ള ആ ജ്ഞാനത്തെ, ആ ബോധത്തെ, ആ ഈശ്വരനെ അറിയാതെ പോയാൽ പിന്നെയും ജനിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ജീവിതം കൊണ്ട് ലക്ഷ്യം, ജീവിതത്തിനൊരു ലക്ഷ്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആ ഈശ്വരബോധത്തെ അറിയണം, ആ പരമേശ്വരനെ അറിയണം. അതാണ് സനാതനധർമ്മം. സനാതനധർമ്മം എന്ന് വെച്ചാൽ എന്നും നിലനിൽക്കുന്നത്. എന്നും നിലനിൽക്കുന്നത് എന്താ? ഈശ്വരീയമായ ഈശ്വരനാണ് ഇന്ന് നിലനിൽക്കുന്നത്. അത് ഭാരതം ലോകത്തെ പഠിപ്പിക്കുന്നത്. നിൻ്റെ ഉള്ളിലാണ് ഈശ്വരൻ. നിൻ്റെ ഉള്ളിലൊരു പ്രപഞ്ചമുണ്ട്. ആ പ്രപഞ്ചം തന്നെയാണ് നിൻ്റെ വെളിയിലുള്ളതും. നിൻ്റെ ഉള്ളിലാണ് ഈശ്വരൻ. നിൻ്റെ ഉള്ളിലുള്ള ശുദ്ധബോധമാണ് ഇന്ന് ഭാരതം ലോകത്തെ പഠിപ്പിക്കുന്നു. ആ എത്രയോ യുഗങ്ങളായിട്ട് ആ ഒരു സനാതനധർമ്മം ശക്തി ആർജിച്ച് കൂടുതൽ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈശ്വരീയമായ ബോധം കിട്ടാൻ വേണ്ടി ഇന്ന് ആളുകൾ നെട്ടോട്ടം ഓടുകയാണ്. സമാധാനമില്ല, സന്തോഷമില്ല. നാടുകളിൽ നെട്ടോട്ടം ഓടുകയാണ്. സന്തോഷം, നമ്മളിപ്പോൾ ഒരു സിനിമ കണ്ടു, അല്ലെങ്കിൽ നമ്മളൊരു പാട്ട് പാടി, ഒരു ഡാൻസ് കേട്ടു, സന്തോഷം ഉണ്ടാകും. പക്ഷേ അത്
അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ സന്തോഷം ഇല്ലാതാവുകയാണ്. ആർക്കും ഉള്ളിലൊരു സന്തോഷം കിട്ടുന്നില്ല. അതിന് മനുഷ്യൻ കടന്ന് പരക്കം പായുവാണ്. ഓരോ ദിവസവും പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്, ടൂറുകൾ സംഘടിപ്പിക്കുകയാണ്, യാത്രകൾ സംഘടിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഫംഗ്ഷനുകൾ സംഘടിപ്പിക്കുകയാണ്. കാരണം സന്തോഷം നിലനിൽക്കുന്നില്ല ഉള്ളിൽ. പക്ഷേ ശിവബോധം അല്ലെ സത്യബോധം ഇങ്ങനെയുള്ള വിദ്യകൾ ചെയ്തു ഉള്ളിൽ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം ഒരിക്കലും നശിക്കുന്നതല്ല. ആ സന്തോഷം എപ്പോഴും ഉള്ളിൽ നിലനിൽക്കുന്ന സന്തോഷമാണ് ഇതുപോലെയുള്ള ഈശ്വരീയമായ വിദ്യകൾ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് യോഗീശ്വരന്മാരും മഹർഷിമാരും ഒക്കെ അവർ ബാക്കി ജീവിതത്തിലെ എന്തിനും പ്രസക്തി കൊടുക്കുന്നില്ല. ആ ഉള്ളിലുള്ള സന്തോഷത്തിൽ, ആ നിത്യാനന്ദത്തിൽ, ആ ചിദാനന്ദത്തിൽ ഉള്ളിൽ ലയിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം അവരുടെ സന്തോഷം ഒരിക്കലും അവസാനിക്കുന്നില്ല. അവരുടെ സന്തോഷം മറ്റുള്ളവർക്ക് ഇല്ലാതാക്കാൻ പറ്റുന്നതല്ല. മറ്റുള്ളവർക്കൊരു പ്രോഗ്രാം വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല ഒരു യോഗിയുടെ സന്തോഷം എന്ന് പറയും. അത് ഉണ്ടാകുന്നുമില്ല, നശിക്കുന്നുമില്ല. യോഗീടെ യോഗിയുടെ. അതാണ് നമ്മുടെ ആ ഗുരുക്കന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഈ സമൂഹത്തിൽ ജനിച്ചോ, നമ്മുടെ ജോലികൾ ചെയ്തോട്ടെ, എല്ലാം ചെയ്തോട്ടെ, ഒരല്പനേരമെങ്കിലും നിൻ്റെ ഉള്ളിലെ ഈശ്വരബോധത്തെ അറിയണം, അതിൽ ലയിച്ചിരിക്കണം. അത് നിത്യാനന്ദമാണ്. അവിടെ സങ്കടവും ഇല്ല, വിഷമവും ഇല്ല, നിത്യ ആനന്ദമാണ്. അതുകൊണ്ടാണ് ഇന്ന് ഭാരതത്തിലേക്ക് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ ഈ ആത്മീയതയെ തേടിയാണ് വരുന്നത്. പക്ഷെ അവർക്ക് ഇവിടുന്ന് എന്ത് കിട്ടുമെന്നുള്ളത് അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും. പക്ഷെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഭാരതത്തിലേക്ക് ആളുകൾക്ക് വരുന്നതിൻ്റെ കാര്യം ഈ നിത്യാനന്ദത്തെ അനുഭവിക്കാനാണ്, ഉള്ളിലുള്ള ഈശ്വരനെ അനുഭവിക്കാനാണ്. അതൊക്കെ എത്ര പേർക്ക് കിട്ടുമെന്നുള്ളതൊക്കെ ദൈവത്തിൻ്റെ ഇരിക്കുന്ന കാര്യം. പക്ഷെ ആളുകൾ അതിനാണ് ഓടി നടക്കുന്നത്. ഇതൊക്കെ ഭാരതീയമായ ഋഷീശ്വരന്മാർ, മഹർഷീശ്വരന്മാർ ഒക്കെ ചെയ്തിരുന്ന ചില വിദ്യകളാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഞാനൊരു വിദ്യ കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ ശ്വാസം വിടുമ്പം, ആ ശ്വാസം നീട്ടി വിടുമ്പോൾ ശിവോഹം എന്ന് നീട്ടി ജപിച്ച് ശ്വാസം വിടുക. ശ്വാസം എടുക്കുമ്പോൾ ശിവോഹം എന്ന് നീട്ടി ശ്വാസം എടുക്കുക. അതായത് മനസ്സിൽ ജപിച്ചാൽ മതി. ശ്വാസം ദീർഘമായിട്ട് എടുക്കണം, പതുക്കെ. എന്നിട്ട് മനസ്സിൽ ശിവോഹം ജപിക്കണം. ശ്വാസം നീട്ടി വിടുമ്പോൾ ശിവോഹം ജപിച്ച് നീട്ടി വിടുക. ഇതും ഇടയ്ക്കൊന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അനന്തമായ സന്തോഷം, അനന്തമായൊരു നിർവൃതി, നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളെ അറിയുന്ന ഒരു നിർവൃതി ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ടി അല്പനേരമെങ്കിലും നിങ്ങളുടെ ഉള്ളിലെ ആ ഈശ്വരനെ അറിയാൻ നിങ്ങൾ ചെലവഴിക്കണം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി ഈ വിദ്യ ചെയ്യുന്നതോടൊപ്പം വേണമെങ്കിൽ ചിലർക്ക് ചെയ്യാവുന്നവർക്ക് ഇത്രയും മാത്രം ചെയ്താൽ മതി. എങ്കിൽ പോലും വേണമെങ്കിൽ മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച രാവിലെ ഭദ്രകാളിക്ക് ഒരു കടുംബായുഷവും ചുവന്ന പൂക്കൾ കൊണ്ടുള്ള ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക. രാവിലെ ഒരു ഗണപതി ഹോമം ചെയ്യുക, വൈകിട്ടൊരു ഭഗവതി സേവ ചെയ്യുക. പിന്നെ ചുറ്റുവിളക്ക് തെളിക്കാൻ പറ്റുന്നവർ വൈകിട്ട് ചുറ്റുവിളക്ക് കൂടെ തെളിയിക്കുക മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച. ഇതുകൂടെ ഇടയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഇത് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യണ്ട. പക്ഷെ എന്താണേലും ഈ പറഞ്ഞൊരു വിദ്യ തന്നെ ജീവിതം മാറ്റുന്നതാണ്. ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് ഉൾക്കൊണ്ട് ചെയ്യുന്നവർക്ക്, യാന്ത്രികമായിട്ട് ചെയ്യുന്നവർക്ക് ഒരു ബലവും കിട്ടത്തില്ല. അത് വിശ്വസിച്ച്, അതിൽ ശ്രദ്ധിച്ച്, വിശ്വാസത്തോടെ പരമശിവനെ, പാർവതി ദേവിയെയും വിശ്വാസത്തോടെ സങ്കല്പിച്ച് ചെയ്യുന്നവർക്ക് ബലം ഉണ്ടാകും. പിന്നെ ചെയ്യാൻ പറ്റുന്നവർക്ക് മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച ഇതുകൂടെ ചെയ്യുവാണെന്നാണ്. ഭദ്രകാളി ക്ഷേത്രത്തിൽ രാവിലെ ഒരു ഗണപതി ഹോമം, വൈകിട്ടൊരു ഭഗവതി സേവ, രാവിലെ ഒരു കടുംബായുസം, ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചന, വൈകിട്ട് ചുറ്റുവിളക്ക് ശ്രീകോവിലിന് ചെയ്യുവാണ് നല്ലതാണ്. വളരെ വലിയ അനുഗ്രഹം പരമശിവൻ്റെയും പാർവതി ദേവിയുടെയും കിട്ടും കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ ആവശ്യം പോലെ പ്രയോജനപ്പെടുത്തുക. ജസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. കാരണം നമ്മൾ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ തൊഴിലിടത്ത് അല്ലെങ്കിൽ ഓഫീസിലൊക്കെ ഐശ്വര്യം ഉണ്ടാകാൻ പെട്ടെന്ന് ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. എന്താണെന്ന് പറയുക, കർപ്പൂരം കത്തിക്കണം. കർപ്പൂരം കത്തിക്കുന്നിടത്ത് അത് ചില കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. കർപ്പൂരം കത്തിച്ച് നിങ്ങൾ സർവമംഗളമംഗല്യം ജപിക്കണം. അതുപോലെ ഓം നമോ നാരായണായ ജപിക്കണം, ശിവോഹം ജപിക്കണം, ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ ജപിക്കണം, ഓം കൃഷ്ണായ നമ ജപിക്കണം. ഇത് കർപ്പൂരം തൊട്ട് ജപിക്കണം. വലിയ മാറ്റം വരും. രാവിലെ സന്ധ്യയ്ക്ക് ചെയ്യണം, വീട്ടിൽ ചെയ്യുക, ഓഫീസിൽ ചെയ്യുക, എവിടെ വേണമെങ്കിലും ചെയ്യുക. വലിയ മാറ്റം വരും. നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കുടുംബത്തിലേക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും. ഇതുപോലുള്ള കാര്യങ്ങളാണ് അറിയാതെ ഒരിക്കലും കിട്ടേണ്ടത് കിട്ടത്തില്ല. നിങ്ങളിപ്പോഴും പല കാര്യത്തിനും പുറകെ അലയുന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോഴും ഏത് വീഡിയോ കണ്ടാലും എന്ത് കണ്ടാലും നിങ്ങളിങ്ങനെ തപ്പി നടക്കുക. അല്ലെ ക്ഷേത്രങ്ങളും എല്ലാ ആളുകളും തപ്പി നടക്കുക. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ടാണ്. നമ്മുടെ ഉള്ളിൽ ശരിയായൊരു വിദ്യ കിട്ടിയാൽ നമ്മൾ പിന്നെ ആ വിദ്യയിൽ ലയിച്ചിരിക്കും. പിന്നെ നമ്മൾ സംതൃപ്തരാണ്. ഇപ്പോഴും ആളുകൾ സംതൃപ്തി ഇല്ലാതെ
ഏത് ഗുരുക്കന്മാരുടെ അടുത്ത് പോയി എന്ത് പഠിച്ചാലും പിന്നെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തപ്പി നടക്കുക. എന്തുകൊണ്ടാണെന്നറിയോ? കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ, കിട്ടേണ്ട വിദ്യ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ മനസ്സടങ്ങും. അത് കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഈശ്വരനെ അറിയാൻ പറ്റുകയാണെങ്കിൽ ഭാഗ്യവാന്മാർ. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സമർപ്പണം വേണം, ഭക്തി വേണം. ഇതിനെ മേളിയിരിക്കുന്ന ഈശ്വരനോട് വിചാരിക്കണം. നമ്മുടെ ഭാഗത്തുനിന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു നോക്കുക. ബാക്കിയൊക്കെ ഈശ്വരഹിതമായിട്ട് വന്നു ചേർന്നോളൂ. ഇത് ഏറ്റവും നല്ല കാര്യമാണ് പറഞ്ഞതെന്ന്. എൻ്റെ ഈ 1000-ന് മേലുള്ള വീഡിയോ മുഴുവൻ ഇതുപോലുള്ള കാര്യങ്ങളാണ്. അത് ആവശ്യം, അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. എന്നും എപ്പോഴും ഇതുപോലെയുള്ള കാര്യങ്ങൾ കിട്ടുമെന്നോ ഇനി ഇതുപോലെയുള്ള ആരെങ്കിലും വന്ന് പറയുമെന്നോ ഇത്തരം കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഈ കാലഘട്ടത്തിൽ ഇത് കാണുന്ന ജീവിച്ചിരിക്കുന്നവരുടെ ശിവഭഗവാന്റെ അനുഗ്രഹം, മുൻജന്മ സുഹൃതം. അത് എൻ്റെയോ നിങ്ങളുടെയോ കഴിവൊന്നുമല്ല. ഇതൊക്കെ എത്രയോ ഋഷീശ്വരന്മാരിൽ രഹസ്യമായി വെച്ചിരുന്ന ചില അറിവുകളാണ് ഞാനീ പറഞ്ഞു തരുന്നത്. പലതും അറിയാൻ പറ്റും, പക്ഷെ അറിയേണ്ടത് അറിയുമ്പോഴാണ് ജീവിതം മാറുന്നത്. ശിവോഹം. ഒന്നും പറയാനല്ല, പറഞ്ഞതിലെല്ലാം ഉണ്ട്. ഒരു മഴ പോലെ പെയ്തൊഴിഞ്ഞു എല്ലാം. നിങ്ങളത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുക. നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക. എല്ലാവർക്കും അതിൻ്റെ ഗുണം ഉണ്ടാകട്ടെ. എല്ലാവരും ഈശ്വരനെ അറിയട്ടെ, ഈശ്വരനെ അറിയട്ടെ. ആ അനശ്വരനായ ഈശ്വരനെ അറിയട്ടെ എല്ലാവരും. ആ ഈശ്വരന് തന്നെ എല്ലാ മഹത്വവും പറയുന്നു, പരമേശ്വരനും എല്ലാ മഹത്വവും പറയുന്നു. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.